ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ വെറും കല്യാണമല്ല, ഒരു ബാംഗ്ലൂർ കല്യാണം. ഇത് ഞങ്ങൾ ആദ്യത്തെ ബാംഗ്ലൂരിലുള്ള കല്യാണം കേട്ടോ. കല്യാണം എന്നല്ല, ഒരു പരിപാടിക്ക് തന്നെ ബാംഗ്ലൂരിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. 7 മണിക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും 10 മണി കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, വേഗം വിട്ട് ഓഡിറ്റോറിയത്തിലേക്ക്. ഈ കാണുന്ന കേട്ടോ നമ്മള് ബ്രൈഡും ഗ്രൂമും ഒക്കെ. അല്ല, കല്യാണം നാളല്ലേ, വധു എന്തവിടെ, ചെക്കൻ്റെ പരിപാടി ഇല്ലത്. എന്തായാലും ഞങ്ങളെ വിളിച്ചത് കല്യാണ ചെക്കനാട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ചിലപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ആവും. ഓളാണെങ്കിൽ ആ വലിയ ടി വിന്ന് കണ്ണേ എടുക്കണില്ല. എങ്ങനെങ്കിലും നമ്മളെ കല്യാണ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് കൈ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണില്ല. സ്റ്റേജ് വെച്ച തിരക്കുണ്ട് കയ്യിന്ന്. ഇവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നാടടിച്ച് കളിക്കുക. ചെക്കനും പെണ്ണും അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ചേരം കാത്തു നിന്നിട്ടാണെങ്കിലും ഞങ്ങളും കയറി കൈ കൊടുത്ത് ഓരോ കൺഗ്രാസ് കാർഡ് പറഞ്ഞിട്ട് വേഗം പോകുന്നു തിന്നാനേ. ഞങ്ങളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റില്ല. ബാംഗ്ലൂരിലത്തെ ഈ വെഡിങ് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണ്ടേ. ഈ റിവേഴ്സും ഫോർവേഡൊക്കെ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിന്റെ സപ്ലൈൻ്റെ ആൾക്കാർ. എന്തായാലും ഫുഡ് ഭയങ്കര വെറൈറ്റി ആണ്. സദ്യ ആണോ എന്ന് ചോദിച്ചാൽ സദ്യ അല്ല, ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയും അല്ല. കുറേ സാധനങ്ങളുണ്ട്, കുറേ ഐറ്റംസ് ഇല്ലെൻ്റെ പ്യുവർ വെജിറ്റേറിയൻ. ഇനി ഈ മട്ടമന്തിയൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ ഞാൻ ആരായി. ഇവക്കാണ് ഒരു കുന്തും പറ്റില്ല, ഓളയിലെല്ലാം അങ്ങനെ ഉണ്ട് ഒക്കെ. എന്തൊക്കെയായാലും കുറച്ച് കഴിഞ്ഞാൽ പെലിയും മടക്കി ഞങ്ങളാണ് നീച്ചിട്ടോ. അവിടെ ഉണ്ടോ തീരിന്. പിന്നെ കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ പന്തലൊക്കെ കിട്ടിയിട്ടൊരു സംഭവം. പോയൊക്കെ ഉണ്ട് ഫുള്ള് ഫ്രൂട്ട് സലാഡും അത് ഇത് ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ. ഞങ്ങൾക്ക് ആകെ പറ്റിയത് അതിലൊരു ഐസ്ക്രീമാണ്. ഞങ്ങൾ ഓരോ കപ്പ് ഐസ്ക്രീം കൊടുത്ത് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് കണ്ടിറങ്ങി. പിന്നെ അവിടെ ഒരു വെറൈറ്റി കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പോണ എല്ലാവരുടെ കൈക്കിലും ഒരു ചോപ്പ അല്ലെങ്കിൽ ഒരു പച്ച ബാഗ് ഉണ്ട്. സംഭവം എന്താണെന്ന് ഞാൻ ഇങ്ങനെ മെല്ലെ ഒന്ന് പാളി നോക്കിയിട്ടാ. അതിൻ്റെ ഉള്ളിൽ തേങ്ങയാണ്. എന്ത് തേങ്ങയ്ക്കാണോ ഈ തേങ്ങ കൊടുത്തേക്കുന്നത്? ഇവിടെ തേങ്ങ കിട്ടാത്തോണ്ടേക്കാരല്ലേ ചിലപ്പോൾ. അപ്പനെ കണ്ടില്ല നിങ്ങൾ, ഇവന്റെ ചെങ്ങായിയാണ്. ഞങ്ങൾ 3 ആളും പാടാണ് ഇങ്ങോട്ട് വന്നു കിട്ടാ. ആള് കുറച്ച് ഷൈയാണ്. അപ്പൊ ചെങ്ങായിമാരെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതാണ് ബാംഗ്ലൂരിലത്തെ ഒരു വെഡിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ മാറ്റമൊന്നും നമ്മളെ നാടായിട്ട്, എന്നാലും ഫുഡിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെ കാസ്റ്റ് മാറുമ്പോൾ ഫുഡ് മാറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്തായാലും ഇങ്ങനെയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കല്യാണച്ചക്കൻ്റെയും പെണ്ണിൻ്റെയും പേരിനേക്കാളും വലിയ അക്ഷരമാക്കിയിട്ട് കത്തിലാണെങ്കിലും കല്യാണപ്പേരൻ്റെ മുന്നിലാണെങ്കിലും അവരുടെ പാരൻസിൻ്റെ പേരേക്കാരുണ്ടാവില്ല വലുതായിട്ട്. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 11 ആവാനായിക്കണ്. ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു. ബാംഗ്ലൂരൊക്കെ അല്ലേ. ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വേഗം വീട്ടിലേക്ക് കണ്ട് എത്തിട്ടോ. തണുപ്പ് സഹിച്ചൂടെ. തണുത്തിട്ടാണെങ്കിൽ പല്ല് തമ്മിൽ ഇങ്ങനെ കൂട്ടിയിടിക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നാൽ ശരി, ബായ്. ഒരു ബായ് പറഞ്ഞോളാം. ഒരു ബായ് പറഞ്ഞോളാ. ബൈ ബൈ.